ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യും എന്നതിനെ പറ്റിയാണ്. അത് നമ്മൾ ഈ ഒരു സീരീസിലെ 13ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കി വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസിനൊക്കെ വളരെ വ്യൂസ് കുറവാണ്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടത് നമ്മൾ 5 മിനിറ്റിൻ്റെ ചാർട്ട് എടുത്തിട്ട് പ്രീവിയസ് ചാർട്ട് കമ്പയർ ചെയ്തിട്ടാണ് ലെവൽസ് മാർക്ക് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ആർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ലെവൽസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രീവിയസ് ചാർട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ടൈം ഫ്രെയിം 4 അവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. ഈ 4 അവേഴ്സിൽ റീസെൻറ്റ് വന്നിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇതും സപ്പോർട്ട് ഈ ലെവലുമാണ്. ഈ ലെവൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അത് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് വേണ്ടത്, റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. 4 അവേഴ്സിൽ നമുക്കിവിടെ കിട്ടി. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു ക്യാൻഡിൽ ലോയും ഏകദേശം അടുത്താണ്. അപ്പോൾ അതും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യും. ഫസ്റ്റ് അത് റഫായിട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. താഴെ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസും ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ 4 അവേഴ്സിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ റീസെൻ്റ് വന്നിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. 1 അവറിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടോ നമ്മൾ നോക്കാം. അപ്പോൾ കറക്റ്റാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, കറക്റ്റായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എത്തിപ്പോണ്ട്. ഇനി നമ്മൾ 50 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. 50 മിനിറ്റ്സിൽ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യാം. വേറെ ഒന്നും കുഴപ്പമില്ല, കറക്റ്റ് ഇതായി. ഇനി നമ്മളിത് 5 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ റെസിസ്റ്റൻസ്. ഇനി അത് 5 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റാണ്, കറക്റ്റ് ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട്. ഇനി നമുക്കിത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും. അതല്ല താഴെ നമ്മൾ ക്ലോസ് ചെയ്യുമെങ്കിൽ ബെയറിഷ് ട്രെൻഡ് ആയിരിക്കും, ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഇത് ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇതേപോലെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിലാണ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് തിരിച്ച് ബൗൺസ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇതേപോലെ. ഇനി ആ ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ഇതേപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ലെവൽസ് ഇതിപ്പോൾ ഞാൻ സെൻസെക്സിൻ്റെ ഇൻഡെക്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതൊരു ചാർട്ടിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഫോറക്സ് ട്രേഡിൽ നമുക്ക് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിഫ്റ്റി, സെൻസെക്സ് അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് ചാർട്ട് ആയാലും നമുക്ക് ഈ ഒരു മെത്തേഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് സെൻസെക്സ് എടുത്തത്. ഇനി സ്റ്റോക്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് SBI എടുത്ത് കാണിച്ചു തരാം. ഇത് റാൻഡായിട്ടൊരു സ്റ്റോക്ക് എടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ SBI ഇതിൻ്റെ ചാർട്ട് ഇതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടും മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് 4 അവേഴ്സിലെടുക്കാം. നമുക്ക് വേണ്ട എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് 4 അവേഴ്സിൽ എവിടേക്കാണ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ആ റെസിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാം. പിന്നെ എവിടെയാണ് താഴെ സപ്പോർട്ടുണ്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതെന്നുള്ളൂ. നമുക്ക് മനസ്സിലായി ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്. ഇനി അത് വീണ്ടും 1 അവറിലേക്ക് ചേഞ്ച് ചെയ്ത് നമുക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്, കാരണം കുറച്ച് മുകളിലേക്ക് ആക്കാം. ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്. ഇനി അത് നമ്മൾ 50 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. 50 മിനിറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് താഴേക്ക് എടുത്താനുണ്ട്. ഓക്കെ, ഇനി നമുക്കത് 5 മിനിറ്റ്സിലേക്ക് നോക്കാം.
ഓക്കെ, 5 മിനിറ്റ്സിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് ഇത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് കണ്ടോ, ഇവിടെ കണ്ടോ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിൽ വന്ന സെല്ലാണ്. ഇവിടെ ഒരു ബൗൺസ് തിരിച്ച് കയറാണ്. അപ്പോൾ ഇതിനുള്ള ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. കാരണം മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ലെവൽസിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറാം. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ലെവലിൽ പോയിട്ട് താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സെൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യും, 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ നേരെ ഈ ഒരു ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ലെവൽസൊക്കെ വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് 4 ഹവേഴ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. പിന്നെ അത് 1 ഹവറിലേക്ക് ചേഞ്ച് ചെയ്യുക. ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. പിന്നെ അത് 50 മിനിറ്റ്സ്, പിന്നെ ലാസ്റ്റ് 5 മിനിറ്റ്സ്. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ്സിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതുണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലായി. കണ്ടോ, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇനി അതുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നത്. ഇവിടെ സ്ട്രോങ് സപ്പോർട്ടാണ്. കണ്ടോ, ഒരുപാട് ക്യാൻഡിൽസ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ചെറിയ സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ടാർഗറ്റ് അടുത്തൊരു പോയിന്റ് വരെ നമുക്ക് ടാർഗറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാമെന്ന് പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.